ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇരുനിറക്കാർക്കും ഡസ്കി സ്കിൻ ടോണിനും അതുപോലെ തന്നെ ഫെയർ സ്കിൻ ടോണിനും പറ്റിയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ്. 3 ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിപ്പോൾ ഇത് നോക്കി മേടിച്ച കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോൾ 3 ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ളത്. അപ്പോൾ ഈ 3 ലിപ്സ്റ്റിക്കും തന്നെ നമുക്ക് ഇരുനിറക്കാരാണെങ്കിലും ഫെയർ സ്കിൻ ടോൺ ആണെങ്കിലും ഇനി ഡസ്കി സ്കിൻ ടോൺ ആണ്, കുറച്ച് ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് ചേരുന്നതാണ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് ഏത് ബ്രാൻഡാണ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തത്, എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലിപ്സ്റ്റിക്സ് ഒക്കെ തന്നെ ഞാൻ ഓരോന്നായിട്ട് ഷോർട്ട് വീഡിയോസിൽ കുറച്ചായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ച ലിപ്സ്റ്റിക്കാണ്. അഫോർഡബിൾ ആണ്, നല്ല രീതിയിൽ അഫോർഡബിൾ ആണ്. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ വന്നിരിക്കുന്നത്, ഞാൻ നോർമൽ ഇതിൻ്റെ ഷെയ്ഡ് പറയുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു കളർ എങ്ങനെയാണിത് സംഭവം നമുക്ക് നോർമൽ കളേഴ്സിൽ നമുക്കിത് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഇതൊരു ബെറിയുടെ കളറാണ്. ബെറി മീൻസ് ഇതിൻ്റെ ഷെയ്ഡ് നെയിമും അങ്ങനെ തന്നെയാണ് വരുന്നത്. ബെറി കിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു എന്നാൽ സട്ടിലായിട്ടുള്ള എന്ന് വെച്ചാൽ ഭയങ്കര എറിച്ച് നിൽക്കുന്നല്ലാത്ത കുറച്ച് ഡൗൺ ആയിട്ടുള്ള എന്നാൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഒരു വൈനും അല്ല. അങ്ങനെ നമുക്ക് ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ് ഒരിക്കലും കളറെന്ന് എല്ലാം പറയാൻ പറ്റില്ലല്ലേ. സോ ഇതിങ്ങനത്തെ ഒരു പിങ്ക് പോലത്തെ ഡാർക്ക് പിങ്ക്, അങ്ങനെ ഞാൻ സ്റ്റുഡിയോന്നാണ് മേടിച്ചത്. ഞാൻ പറഞ്ഞു തോന്നുന്നു. വെൽവെറ്റ് മാറ്റ് ബെറി കിസ് B01 എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ ഇത് ഇരുനിറക്കാർക്ക് സൂപ്പർ ആയിരിക്കും. അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്കിത് ഇട്ട് കഴിയുമ്പോൾ ഹെവിനെസ് ഒന്നുമില്ല. നമ്മളിത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവിനെസ്സും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണിത്. ഈവൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഒട്ടിപ്പിടിക്കുന്ന മാതിരിയും ഹെവി ആയിട്ടും ഡ്രൈ ആയതുപോലെ തോന്നില്ലേ, അതൊന്നും ഈ ലിപ്സ്റ്റിക്കിനില്ല. ഇത് ആക്ച്വലി നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ മറന്നു പോകും. അത്രയും ഒരു നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് പോകുന്ന കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് അങ്ങനെ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യില്ല. ഇത് നോർമലി നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പോകും, എന്നാൽ ഇത് ഫുള്ളായിട്ട് അങ്ങനെ പോവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് ആക്ച്വലി നല്ല രീതിയിൽ ഇരുന്നപ്പോൾ നമുക്കൊരു നമ്മളെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു ചെറിയ ടിൻറ്റ് അവിടെ എന്തായാലും ഉണ്ടാവും. നമുക്ക് ആ ചുണ്ടിനൊരു കളർ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഫുള്ള് പോയിട്ട് ഒരു ഒരു ഓക്വേർഡ് ഒരു സിറ്റുവേഷൻ അത് ഉണ്ടാക്കത്തില്ല. സോ നല്ല ഒരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. സോ ഞാൻ ഇത് വീണ്ടും റീപർച്ചേസ് ചെയ്യണമെന്നിരിക്കുകയാണ്. ഈ ഷെയ്ഡ് തന്നെ നോക്കി വാങ്ങണമെന്ന്. ഇത് ഇത്രയും അഫോർഡബിൾ ആയതുകൊണ്ടും വില കുറവായതുകൊണ്ട് 149 രൂപയല്ലേ ഉള്ളൂ. സോ ഞാനിത് ഇത് വളരെ കൺഫ്യൂസ് ആയിട്ട് മേടിച്ച ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് ഈ ഒരു പർച്ചേസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കട്ട കെട്ടിപ്പോയി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. എനിക്കങ്ങനെ എപ്പോഴും അങ്ങനെ പുറത്ത് പോകാനും ഇല്ലല്ലോ. ഇവിടെ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ ഒക്കേഷണലി വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ സ്റ്റുഡിയോയുടെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമാണ്. സോ ഇത് നന്നായിട്ട് വർക്ക്. ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ഇതുവരെയും സ്റ്റുഡിയോൻ്റെ ട്രൈ ചെയ്തിട്ടില്ല. ഇതെനിക്ക് ട്രൈ ചെയ്തിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇനി വേണം എനിക്ക് ഓരോ പ്രോഡക്റ്റായിട്ട് ട്രൈ ചെയ്യാൻ. ഞാനും മുന്നേ സ്റ്റുഡിയോയുടെ പ്രോഡക്റ്റ് ഒന്നും അത്ര കണ്ടങ്ങോട്ട് ഫാൻ അല്ലായിരുന്നു. മേക്കപ്പ്, എസ്പെഷ്യലി മേക്കപ്പ്, ഡ്രസ്സ് ഓക്കെയാണ്. പക്ഷേ മേക്കപ്പ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ ചുമ്മാ ഒന്ന് വാങ്ങിയതാണ്. അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഇത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള പാക്കേജാണ്. നല്ല പാക്കേജാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പാക്കേജിങ്. ബ്ലാക്ക് ആൻഡ് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളറിൽ വന്നിട്ട് ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് ഡാർക്ക് സ്കിൻ ടോണിന് പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇത് ഡാർക്ക് സ്കിൻ ടോണിന്, അതായത് ഒത്തിരി ഇരുണ്ട നിറമാണ് നിങ്ങൾക്കെങ്കിൽ അതിന് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെങ്കിലും ഒരു ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് പറ്റും. ഫെയർ സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നന്നായിട്ട് ചേരും. അടിപൊളി ന്യൂഡാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇത് പോയി മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചിട്ട്, മേബ്ലിൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട്
എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്ന് കേട്ടിട്ട് വാങ്ങിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു മീഡിയം പിഗ്മെൻറ്റഡ് ലിപ്സിന് ചേരുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷേ എനിക്കത് ഒട്ടും തന്നെ സ്യൂട്ടാവുന്നുണ്ടായിരുന്നില്ല. അതിട്ടിട്ട് മനുഷ്യർക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഉണ്ടായിരുന്നത്. സോ നല്ല ഫെയർ ആയിരിക്കുന്നവർക്ക് മാത്രമായിരിക്കും ആ ഒരു ലിപ്സ്റ്റിക്ക് ചേരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ അതിൻ്റെ ഷെയ്ഡ് നെയിം മെൻഷൻ ചെയ്യുന്നില്ല. സോ അങ്ങനെ ഞാൻ കുറേ ന്യൂഡ് ലിപ്സ്റ്റിക്ക് അങ്ങനെ വാങ്ങിച്ചിട്ട് എനിക്കത് അങ്ങോട്ട് വർക്ക് ആവാത്തതുകൊണ്ട് പിന്നെ ഞാൻ പോയി മേടിക്കാം, ഷോപ്പിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് മേടിക്കാം എന്ന് പറഞ്ഞ് മേടിച്ചതാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഫേസസ് കാനഡയുടെ സോൾഫുൾ ബ്രൗൺ 01 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 999 ആണ്, 999 രൂപ. എനിക്ക് ഇത് കുറച്ച് പ്രൈസി ആയിട്ടാണ് തോന്നിയത്. ബട്ട് സ്റ്റിൽ നമുക്കിത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 600-700 റേഞ്ചിനുള്ളിൽ നമുക്ക് കിട്ടും. സോ ഇതിന് റീപർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വന്നിട്ട് ആമസോണിൽ നിന്ന് വാങ്ങാമെന്നായിരിക്കുന്നത്. കാര്യം ഫസ്റ്റ് ഷോപ്പിംഗ് ആയതുകൊണ്ടാണ്. ആദ്യമായിട്ട് കുറേ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് കറക്റ്റ് അല്ലാതെ പോയതുകൊണ്ടാണ് ഞാൻ ഇത് ഷോപ്പിൽ, അതായത് ലുലു മോളിലുണ്ടായിരുന്ന ഫേസസ് കാനഡയുടെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിച്ചതാണ്. സോ എനിക്കത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേരുന്ന കളർ ഞാൻ കുറേ ഷെയ്ഡ് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത്. സോ അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് സ്വാച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു പൗച്ചും കൂടെ അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ. സോ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മീഡിയം സ്കിൻ ടോൺ ആണെങ്കിലും ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോയി വാങ്ങുന്നതാണ് നല്ലത്. സോൾഫുൾ ബ്രൗൺ 01 എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങാം. അതെല്ലാം ഓൺലൈൻ വാങ്ങുന്നതൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മീഡിയം സ്കിൻ ആണെങ്കിൽ, ഫെയർ സ്കിൻ ആണെങ്കിൽ ഇതൊരു അടിപൊളി ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനേ പറ്റില്ല നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന്. എന്നാൽ നല്ലൊരു ഗ്ലോ തരും, നല്ലൊരു ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു നല്ല വെൽവെറ്റ് ടെക്സ്ചറാണ്. ഒരു നല്ല ക്വാളിറ്റി ഉള്ള ലിപ്സ്റ്റിക് ഇട്ട മാതിരി തന്നെ ഉണ്ടാവും. കാര്യം ഇത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. സോ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഇട്ട മാതിരി തന്നെ ഉണ്ടാവും ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റുഡിയോയുടെ ലിപ്സ്റ്റിക് ഒന്നും അങ്ങനത്തെ ഒരു എഫക്റ്റ് തരുന്നില്ല കേട്ടോ. ഒരു പ്രീമിയം ലുക്കൊന്നുമില്ല, അത് നല്ല ചേർന്ന് പോകുന്ന ലുക്കാണ്. പക്ഷെ ഒരു നോർമലി ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നോ സ്പെഷ്യൽ എന്നോ പറയാനായിട്ട് അതൊന്നും ഉണ്ടായിരിക്കില്ല. ആ ഒരു ടെക്സ്ചറിലുണ്ടായിരിക്കില്ല. പക്ഷേ ഷെയ്ഡ് നല്ലതാണ്. 149 രൂപയിൽ നമ്മൾ കൊടുക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇത് നന്നായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ട മാതിരിയും നമ്മുടെ ഫേസിന് തന്നെ ഒരു നല്ലൊരു എടുപ്പ് തരുന്നുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്വാച്ച് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പിങ്ക് കളർ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ഇത് നമ്മുടെ ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ്. ലാക്മേ 925 ആ റേഞ്ചിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് MP18 പ്ലം പിക്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു റോസ് ഗോൾഡ് പാക്കേജിലാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ഇതിൻ്റെ പാക്കേജിങ് എല്ലാം ഇപ്പോൾ ഡാമേജ് ആയി. ആക്ച്വലി ഒരു ഗോൾഡൻ കളർ ഒരു പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഒരു 300-400 റേഞ്ചിനകത്ത് വരും. 350 to 400 റേഞ്ചിനകത്താണ് വന്നേക്കുന്നത്. നല്ല ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് നല്ല അങ്ങനെ ക്രീമി ടെക്സ്ചറല്ല, കുറച്ച് പിടുത്തമുള്ള ഒരു ടെക്സ്ചറാണ്. നമുക്കത് നല്ലോണം ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് വേണം. നമ്മൾ ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് വേണം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് നല്ല ഒരു മോയ്സ്ചർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് അല്ല, കുറച്ച് മാറ്റ്. സോ ഇതൊരു മാറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പക്ഷെ നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, നല്ല രീതിയിലൊരു പിടുത്തമുണ്ട്. പിന്നെ നമുക്കതൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഒബ്വിയസ്ലി. സോ നമുക്ക് ആ ഒരു ഗ്ലോസിനെസ് ഒന്നും തന്നെ തരില്ല. നല്ല രീതിയിൽ സട്ടിലായിട്ട് മാറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. സോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നമുക്കിപ്പോൾ സ്കിന്നിനോ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ നല്ലതാണ്. പിന്നെ ഇത് ഡസ്കി സ്കിൻ ടോണിന് അടിപൊളിയാണ്. ഈവൻ നിങ്ങൾ ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അത്രയും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. നല്ല പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ വർക്കാവും. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി പിഗ്മെൻറ്റേഷൻ കൂടുതലാണെങ്കിൽ ഇത് 2 തവണയെങ്കിലും അപ്ലൈ ചെയ്യണം. എന്നാലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കവർ ചെയ്യുന്നുള്ളൂ. കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ഒരു കവറിങ് ആണ് കിട്ടുന്നത്. ഒറ്റ തവണ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ മുഴുവനും കവർ ആവില്ല, അൺഈവൻ ആയിട്ടുണ്ടാവും. സോ 2 തവണ അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ വരുന്നത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ
ഒത്തിരി ഡാർക്കാണ് നിങ്ങളുടെ ലിപ്സ് എന്നുണ്ടെങ്കിൽ ലിപ്സ് മാത്രമായിട്ട് ചേർത്ത് ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കില്ലേ, അവർക്ക് ഇത് മേ ബി വാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും ലൈറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നും നിങ്ങളിത് ട്രൈ ചെയ്യാനായിട്ട് വിചാരിക്കുന്നതെന്നും പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.